ജയിക്കും, 100-നപ്പുറത്തേക്ക് പോകുമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം UDF-നുണ്ടായിരുന്നു. അതെന്തായാലും ആ വാക്ക് പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ സ്വീപ്പാണ്, വലിയ കൊടുങ്കാറ്റ് തന്നെ ആഞ്ഞടിച്ചിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ LDF-ന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മന്ത്രിമാർ എവിടെയാണ് എന്നുള്ള കാര്യമാണ്, തകർന്നടിഞ്ഞിരിക്കുന്നു പലരും എന്നുള്ള കാര്യമാണ് എടുത്തു പറയുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ മന്ത്രിമാരെ നമുക്കറിയാം, KB ഗണേഷ് കുമാർ ആയാലും വീണ ജോർജ് ആയാലും അവർക്കിനി തിരികെ ഇങ്ങോട്ടേക്കില്ല, നിയമസഭയിലേക്ക്. പലരുടെയും ഒക്കെ അപ്രമാദിത്വം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ജനവിധിയാണ് ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെത്തിയിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചാണ് അക്ഷയ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മുൻപിലേക്ക് എത്തുന്നത് ഒരു ഡസൻ മന്ത്രിമാരാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് കാണാം, മുകളിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് നേമത്ത് V ശിവൻകുട്ടി, ജെ ചിഞ്ചുറാണിയുടെ തോൽവി ചിറയൻകീഴ് മണ്ഡലത്തിൽ, ചടയമംഗലം മണ്ഡലത്തിൽ ജെ ചിഞ്ചുറാണി. 25 വർഷം അവിടെ തന്നെ ഇരുന്നോളൂ, ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പത്തനാപുരത്ത് KV ഗണേഷ് കുമാറിനെ വീട്ടിലിരുത്തിക്കൊണ്ട് ജ്യോതികുമാർ ആറന്മുളയിൽ വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് തോൽവി, കപ്പിത്താനുമില്ല, ആടി ഉലയാൻ ഇനി ആരുമില്ല എന്നുള്ള തരത്തിലാണ്. സാർ, കാരണം കപ്പലുമില്ല കപ്പിത്താനുമില്ല എന്നുള്ള അവസ്ഥയിലാണ് പറഞ്ഞത്. ഇനി VN വാസവൻ, നിയമസഭാ മണ്ഡലത്തിൽ VN വാസവന്റെ ഒക്കെ തോൽവി ആദ്യഘട്ടത്തിൽ തന്നെ പുറകിലായിരുന്നു അദ്ദേഹം. P രാജീവ് വ്യവസായ മന്ത്രി, കളമശ്ശേരിയിൽ P രാജീവ് തോൽവി ഏറ്റുവാങ്ങുകയാണ്. ഇനി ഉന്നത തോൽവി എന്നുള്ള തലത്തിലാണ് ഇരിങ്ങാലക്കുടയിൽ തോൽവി വന്നത്. തൃത്താലയിൽ MP രാജേഷും പരാജയം രുചിച്ചുള്ള മത്സരം നേരത്തെ തന്നെ ഒരു പക്ഷേ അത് പറഞ്ഞ, അതായത് തോൽക്കുമെന്നുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. MP രാജേഷ് അദ്ദേഹം തോൽവി സമ്മതിച്ചിരിക്കുന്നു, അദ്ദേഹം തന്നെ പ്രതികരിച്ചു. മറ്റൊരു തോൽവി ഒരു പക്ഷേ ആരും തന്നെ വലിയ തോതിൽ പ്രതീക്ഷിക്കാത്തതാണ്. കഴിഞ്ഞ ദിവസം പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ബേപ്പൂരും എലത്തൂരും എന്നുള്ളത്. പക്ഷേ പ്രതീക്ഷ അവിടെ കൈവിട്ടു. എലത്തൂരിൽ AK ശശീന്ദ്രനെ ജനങ്ങൾ കൈവിട്ടിരിക്കുകയാണ്. അടുത്ത V അബ്ദുറഹ്മാൻ മണ്ഡലം മാറി അദ്ദേഹം തിരൂരങ്ങാടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും വിജയിച്ച് കയറാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല, അദ്ദേഹത്തെയും ജനം കൈവിട്ടു. അതെ, അടുത്തത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. കടന്നപ്പള്ളി മുൻ മന്ത്രി കൂടിയാണ്, കണ്ണൂരിൽ കൈവിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ OR കേളു, മാനന്തവാടിയിൽ നിന്ന് OR കേളുവിനും പരാജയം അത് അറിയേണ്ടി വന്നു. പേരാമ്പ്ര TP രാമകൃഷ്ണൻ പറ്റിച്ചിരിക്കുകയാണ്. ഇടതുകോട്ട ഇളകിയിരിക്കുകയാണ്. LDF കൺവീനർ പരാജയം അറിഞ്ഞിരിക്കുകയാണ്. ഇനി ജോസ് കെ മാണി, പാലായിൽ ജോസ് കെ മാണി തോൽവി ഏറ്റുവാങ്ങുന്നു. തുടർച്ചയായി രണ്ടാം തോൽവിയാണ് ജോസ് കെ മാണി ഏറ്റുവാങ്ങുന്നത്. മാത്രമല്ല കേരള കോൺഗ്രസ് എം സംഭൂജിരായി മാറുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണത്തേത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ. തീർച്ചയായിട്ടും എന്തായാലും അങ്ങനെയുള്ള ഒരു തിരിച്ചടിയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനപ്പെട്ട വൻമരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. വ്യക്തികൾക്ക് ഒന്നും ഒരു തരത്തിലുള്ള സ്വാധീനവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. UDF സ്ഥാനാർത്ഥി ആരാണോ എന്ന് പോലും അറിയാതെ UDF-ലേക്ക് എല്ലാ വോട്ടുകളും ഒരുപോലെ അത് പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്.